എന്താ ഇത്ര വിശേഷിച്ച്? പപ്പ വരുമ്പോ ഇന്റർനെറ്റ് എടുക്കാനുള്ള മോഡം കൊണ്ടുവരാമെന്ന് പറഞ്ഞതാ. ആണോ? അപ്പൊ നമ്മുടെ വീട്ടിലും വൈഫൈ കിട്ടുമോ? പിന്നെ അല്ലാതെ, എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലെല്ലാം വൈഫൈ ഉള്ളതാ. നിങ്ങൾ എന്താ പിള്ളേരെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മമ്മി, ഇതൊരു പുതിയ സംഭവമാണ്. ഇതിൽ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പാട്ടും സിനിമയും ക്രിക്കറ്റും എല്ലാം കാണാം. അതെ മമ്മി, ദുബായിലുള്ള ആന്റിയോട് നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാനൊക്കെ പറ്റും. എന്റെ മാതാവേ, നേരാണോടി? അതെ മമ്മി. ശോ, കാലം പോയൊരു പോക്കേ. ഇനി എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഒരു വിലസണം. ആ സിപ്പിച്ചിന്റെ അടുത്ത് ഇതിൽ നെറ്റ് ചോദിച്ചപ്പോ എന്തായിരുന്നു എന്റെ ജാട. എനിക്ക് കുറെ പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഷോ, ഈ റേഡിയോ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവിടെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഈ റേഡിയോയുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇത് ഡിജിറ്റൽ യുഗമാണ്, ന്യൂ ജനറേഷൻ. ഓ, അവന്റെ ഒരു ജനറേറ്റർ. ജനറേറ്റർ അല്ല പാപ്പ, ജനറേഷൻ. അപ്പന് വേറെ പണിയൊന്നുമില്ല ഈ പിള്ളേരോട് ചുമ്മാ തല്ലുപിടിക്കാൻ. എന്തൊരു ബ്ലോക്കാണ്. നടന്നു വന്നിരുന്നെങ്കിൽ ഇതിലും നേരത്തെ എത്താവൻ. റെഡിയേ, ചായ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തേ. പപ്പ, വൈഫൈ കൊണ്ടുവന്നോ? ആ, ഞാനത് മറന്നു. രൂപ 2000 ഈ സാധനത്തിന്. ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ 2 മാസത്തെ അരിയും മറ്റും കിട്ടിയേനെ. ഓ, പപ്പയ്ക്ക് എപ്പോഴും ഈ അരിയുടെ കണക്ക് പറയാൻ മാത്രമേ നേരമുള്ളൂ. ആ സാധനം തന്നെ നീ പറഞ്ഞ സാധനം ഇങ്ങ് തന്നെ നോക്കട്ടെ. അയ്യേ, ഇത് അപ്പാപ്പന്റെ റേഡിയോ പോലെ ഉണ്ടല്ലോ. ഈ സാധനത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും ബഹളം വെച്ചത്? ഇതിന് എത്ര കാശായി? 2000 രൂപ. 2000 രൂപയോ? നിങ്ങൾക്ക് ഇതിന്റെ ഗുണമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും നോക്കിക്കോ. ഇത് ജാം പോലെ സിമ്പിളാണ്, പക്ഷെ പവർഫുള്ളുമാണ്. ഫുള്ളോ? ഒന്നും മിണ്ടാതിരിക്കുവോ പാപ്പ? ഈ പപ്പയുടെ ഫോണും ചേച്ചിയുടെ ടാബും എടുത്ത്. ഷോ, കറണ്ട് പോയല്ലോ. ഇപ്പൊ ഇതൊരു പതിവായി. എടാ, അപ്പുറത്തെ വീട്ടിലൊക്കെ കറണ്ട് ഉണ്ടോന്ന് നോക്കിയേ. ഇല്ല, അവിടെ എങ്ങും കണ്ടില്ല. ആ, എന്നാ സാരമില്ല. കറണ്ട് ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യൂലേ? ഇല്ല മമ്മി. ഓ, മമ്മി മഠത്തിലെ സ്കൂളിൽ പഠിക്കുമ്പോ അപ്പച്ച അമ്മച്ചി എന്ന് വിളിച്ചോണ്ടിരുന്ന പിള്ളേരാ. പട്ടണത്തിലെ സ്കൂളിലേക്ക് മാറിയപ്പം പപ്പ മമ്മി. അപ്പം തല്ലുപിടിക്കാൻ തന്നെയായിട്ട് ഇരിക്കുവാണോ? ഓ, നിങ്ങൾ എനിക്ക് ഇച്ചിരി സമാധാനം തരും. എടി, നിന്നോടൊരു ചായ ചോദിച്ചിട്ട് നേരെ എത്രയും. അയ്യോ, ഈ കുന്ത്രാണ്ടം കൊണ്ടുവന്നപ്പോ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. എടി, അപ്പന് ചായ കൊടുത്തോ? അപ്പൻ പിള്ളേരുടെ ചായ കൂടി കുടിച്ചിട്ട് ഇരിക്കുക. എന്തായാലും കരണ്ട് പോയി. ആ നേരത്തിന് പ്രാർത്ഥന ചൊല്ലിയേക്കാം. ഇങ്ങ് വാ പിള്ളേരെ. ആ, കരണ്ട് വന്നോ? ഇന്നലെ സിന്ധു അടുക്കളയിൽ കയറി കട്ട് തിന്നുന്ന സീനായപ്പോഴ സീരിയല് തീർന്നത്. അവളുടെ അമ്മായിയമ്മ അത് കണ്ടുപിടിക്കോ ആവോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇവരെവിടെ പോയി? അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഈ സാധനം വന്നതിൽ പിന്നെ എല്ലാവരും വലിയ തിരക്കില്ല. ആർക്കും ചോദിക്കാനുമില്ല, പറയാനുമില്ല. എന്തിന്? ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നാളെത്രയേ. എപ്പോഴും ഫോണിലൂടെ സംസാരിച്ചും കമ്പ്യൂട്ടറിൽ നോക്കിയും കോഴി ചെകയുന്നത് പോലെ ഫോണിൽ തോണ്ടി ഇരിപ്പ. ഇവിടെ ആരുമില്ലേ? അയ്യോ, അച്ഛനോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പച്ചന് സുഖം തന്നെയല്ലേ? അതെ അച്ഛോ. ആ, ഇരിക്കച്ചോ. നിങ്ങളെ ഇടയായി പള്ളിയിലൊന്നും കാണുന്നില്ല. ഇനി അപ്പച്ചൻ എന്തെങ്കിലും അസുഖമായിരിക്കുമെന്ന് കരുതി. എന്തു പറ്റി? കുട്ടികളെ പോലും പള്ളിയിൽ കാണാറില്ല. അത് അച്ചോ, ഞാൻ പറയാച്ച, ഈ സാധനം എന്ന് വീട്ടിൽ കൊണ്ടുവന്നോ അന്ന് തുടങ്ങിയതാ പ്രശ്നം. ആർക്കും മിണ്ടാട്ടവുമില്ല, ഭക്ഷണവും വേണ്ട. ഇങ്ങനെ ഫോണിൽ തോണ്ടി ഇരിപ്പ. ഇതൊരു വൈഫൈ ഹോമായോ? ഇവരിപ്പോ വീടുകളിൽ സ്ഥാനം പിടിച്ചല്ലേ? അടുത്ത വീടുകളിലുണ്ടച്ചോ.
പിള്ളേരെ നിർബന്ധം കാരണം മേടിച്ചതാ. എന്നിട്ട് അവരെവിടെ? രാത്രി മുഴുവൻ ഫോണും കൊണ്ട് ഇരിപ്പായിരുന്നു. ഇപ്പൊ നല്ല ഉറക്കത്തില. ഇപ്പൊ എവിടെയും വൈഫൈ ആണ് താരം. ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, ഷോപ്പിംഗ് മാളുകൾ, ഇപ്പൊ വീടുകളിലും എവിടെയും സൗജന്യമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് സൗജന്യം എന്ന വാക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇതിൽ നിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ മൂലം റേഡിയേഷൻ ഉണ്ടാകുകയും അത് തലച്ചോറിനെ സാരമായി ബാധിക്കുകയും ചെയ്യും. ശ്രദ്ധക്കുറവും ഉറക്കക്കുറവും ഉണ്ടാകാം. കുട്ടികളിലാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. അത് അവരുടെ പഠനത്തിനെ തന്നെ ബാധിക്കുന്നു എന്ന് പാരൻസ് പരാതികളുമായി എൻ്റെ അടുത്ത് വരാറുണ്ട്. മാത്രമല്ല യുവജനങ്ങളെ സ്വാധീനിക്കാൻ ഇന്നിവയ്ക്ക് സാധിക്കുന്നു. ഓരോ വ്യക്തിയിലും ഇതുമൂലം ഓരോ ദിവസവും എത്രയോ മണിക്കൂറുകളാണ് പാഴാകുന്നതെന്നറിയൂ. അപ്പൊ ഇതിന് ഒരു പരിഹാരം ഇല്ലേ അച്ചോ? ഉണ്ട്. മറ്റൊന്നുമല്ല, അത് ഉപയോഗിക്കുന്നവർ തന്നെ സ്വയം എടുക്കേണ്ട ഒരു തീരുമാനം. ആവശ്യാനുസരണം മാത്രം ഓൺ ചെയ്യുക. വീട്ടിൽ ഒന്നിച്ചിരിക്കുവാൻ സമയം കണ്ടെത്തുകയും അതോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും രാത്രി കാലങ്ങളിലും ഈ ഇന്റർനെറ്റ് വൈഫൈ സംവിധാനം ഓഫ് ചെയ്ത് വെച്ച് നോക്കൂ. മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഞാൻ അവരോട് പറയാ അച്ചോ. ശരി, എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട്. വേണ്ട, ഇനി ഇതുപോലുള്ള വീടുകളിൽ പോകാനുണ്ട്. സാമച്ചം വരുമ്പോൾ എൻ്റെ അന്വേഷണം പറയണം. എല്ലാവരും പഴയതുപോലെ പള്ളിയിൽ വരണം. പ്രാർത്ഥിക്കുവാൻ മാത്രമല്ല, മറ്റുള്ളവരുമായി നല്ലൊരു ബന്ധം പുലർത്തുവാൻ കൂടിയുള്ളതാണ് ഈ ആരാധനാലയങ്ങൾ. അപ്പച്ചാ, ഞാൻ ഇറങ്ങുന്നു. ഇനി ആളുകൾ പള്ളിയിൽ വരാൻ പള്ളിയിൽ ഒരു വൈഫൈ വെക്കേണ്ടി വരുമോ ഭർത്താവേ? Hey, old man, where is Roshan? എന്തുവാടാ കൊച്ചനെ? ഹായ് മച്ചു. Hey bro, how are you? ഫൈൻ ഡാഡ്. എടാ, നിങ്ങൾ ഇന്റർനെറ്റ് എടുത്തില്ലേ? അതിന്റെ പാസ്വേഡ് എന്താണ് ബ്രോ? ഈ ഓൾഡ് മാൻ ഭയങ്കര ഡിസ്റ്റർബിങ് ആണല്ലോ ബ്രോ. അപ്പാപ്പനകത്തെങ്ങനെ പോയി ഇരുന്നു കൂടി. വാടാ, എൻ്റെ റൂമിൽ പോവാം. ഇത് റോഷന്റെ വീടല്ലേ? അതെ, ആരാ? ഞാൻ റോഷന്റെ ടീച്ചറാണ്. വരും, ഇരിക്കും. ഞാൻ അവരെ വിളിക്കാം. അതെ, സ്കൂളിൽ നിന്ന് ടീച്ചർ വന്നേക്കുന്നു. ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. ആ, ടീച്ചറോ? എന്താ ടീച്ചറെ പതിവില്ലാതെ? റോഷനെ കുറിച്ച് ഒരു പരാതി പറയാൻ വന്നതാ. അവൻ എന്ത് പ്രശ്നമാ ഒപ്പിച്ചത്? സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന് ഞങ്ങൾ പലതവണ കുട്ടികളെ വോൺ ചെയ്തിട്ടുള്ളതാണ്. അതും പോരാതെ സ്കൂളിലെ ഇന്റർനെറ്റിന്റെ രഹസ്യ കോഡ് ചോർത്തിയെടുത്ത് ക്ലാസ് റൂമിലിരുന്ന് അവൻ ഫോൺ ഉപയോഗിച്ചു. അവന്റെ ഒരു കൂട്ടുകാരനാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത്. ദേ, ഇവൻ തന്നെ ആള്. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? നീ ഇതിനാണോ സ്കൂളിൽ പോകുന്നത്? അമ്മേ, നീ ഇനി ഒന്നും പറയണ്ട. അപ്പൻ വരട്ടെ. നിങ്ങളുടെ താളത്തിന് തുള്ളുന്നതിന്റെ ഫലമായി ഇതൊക്കെ. ഇത് ഞാൻ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ റോഷന് പിന്നെ സ്കൂളിൽ തുടരാനാവില്ല. അറിയാലോ, മോളുടെ പഠനത്തിലും പോരായ്മയുള്ളതായി മറ്റു ടീച്ചേഴ്സും പറയുന്നത് കേട്ടു. എന്താ ഈ കുട്ടികളൊക്കെ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മാതാപിതാക്കൾ കുറച്ചുകൂടി ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം ടീച്ചറെ. അവനോട് ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. ശരി. എന്തായാലും ഈ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൂടി എനിക്ക് പോകാനുണ്ട്. മുമ്പേ നടന്ന ടീച്ചർക്ക് വീട് കാണിച്ചു തന്നേ. അയ്യോ ടീച്ചറെ, അത് ഞാൻ. നടക്ക് നടക്ക്. മനുഷ്യ, നിങ്ങൾ ഇവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നോ? പാരന്റ്സ് മീറ്റിംഗ് ചെല്ലാത്തതിന് അവരെന്നെ ഫോണിൽ വിളിച്ച് ഫയർ ചെയ്തതാണ്. അവരുടെ മുന്നിലെങ്ങാനും പെട്ടിരുന്നെങ്കിൽ അവരെന്നെ കടിച്ചു കീറിയാണ്. നിങ്ങളുടെ പൊന്നുമോൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് വല്ലതും അറിഞ്ഞോ? ഞാൻ എല്ലാം കേട്ടു. മക്കളെ, നിങ്ങൾക്ക് ഇവിടെ എന്തിന്റെ കുറവാ? സൗകര്യങ്ങൾ കൂടിപ്പോയതാണോ കുഴപ്പം? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അപ്പൻ എന്നെ പഠിപ്പിച്ചത്. ആ കഷ്ടപ്പാടുകൾ എൻ്റെ മക്കൾക്കുണ്ടാകരുതെന്ന് ഞാൻ കരുതിയതാണ് തെറ്റ്. ഇപ്പോഴത്തെ എല്ലാ മാതാപിതാക്കളുടെയും ചിന്ത ഇത്തരത്തിൽ തന്നെയാണ്. മക്കൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടാൻ ജീവിതം മാറ്റിവെക്കുന്നവർ. സോറി പപ്പ. പപ്പ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മിസ്റ്റർ സാം, സാറെന്താ ഇവിടെ? ഞാനിവിടെ അടുത്തൊരു ക്ലൈന്റിനെ കാണാൻ പോയി വരുന്ന വഴിക്ക് ഒന്ന് കയറിയതാ.
ഇതാണല്ലേ സാമിൻ്റെ ഫാമിലി? അതെ സാർ. എടി സാറിന് ഒരു ചായ എടുത്തേ. സാർ ഇരിക്കും. വേണ്ട, സാമിങ് വന്നേ. നോക്കൂ സാം, നമ്മുടേത് ഒരു കോപ്പറേറ്റീവ് കമ്പനിയാണ്. മാനേജ്മെൻറ്റ് തീരുമാനം അന്തിമമായിരിക്കും. സാമിൻ്റെ സേവനത്തിൽ കമ്പനി തൃപ്തരായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളെ സാം മാനേജ്മെൻറ്റ് നിരീക്ഷണത്തിലാണ്. എവിടെ പോയി തൻ്റെ പഴയ ചുരുക്കും ആത്മാർത്ഥതയും? ഈ മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് സാമിന് തോന്നുന്നുണ്ടോ? സാർ അത് എന്നാലാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാം. പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്തതും സാം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഞാൻ ശ്രമിക്കാം സാർ. ശരി, ഞാൻ പോകുന്നു. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. ഇതാണോ ആ ആൻഡ്രൂസിൻ്റെ ക്രിസ്മസ് സമ്മാനം? ഏത് ക്രിസ്മസ് സമ്മാനം? ഇത് ഞാൻ കുറച്ചു കാലം മുമ്പ് വാങ്ങി വൈഫൈ ഇന്റർനെറ്റാണ് സാർ. വെറുതെ അല്ലേ താൻ ഉഴപ്പനായി പോയത്? വീട്ടിൽ വന്നാൽ ഇന്റർനെറ്റും വെച്ച് സമയം പാഴാക്കുകയാണല്ലേ. ശരി, നടക്കട്ടെ നടക്കട്ടെ. അതെ, നിങ്ങളുടെ സാറെന്തിനാ വന്നത്? ഇങ്ങനെ പോയാ എന്റെ പണി പോകുമെന്ന അദ്ദേഹം മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ട് പോയത്. അപ്പൊ ശരിക്കും പണി പോകൂ? പോകൂ പപ്പ. എന്റെ മാതാവേ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ആകെ പ്രശ്നമാണല്ലോ. ഈ പിള്ളേരെ കുറിച്ച് പരാതിയുമായി ടീച്ചർ വന്നു. ദേ ഇപ്പോ നിങ്ങളെ കുറിച്ച് പരാതിയുമായി നിങ്ങളുടെ സാറും. പിന്നെ വികാരിയച്ഛൻ വന്നപ്പോ നിങ്ങളെ അന്വേഷിച്ചു. ഒന്ന് അച്ഛനെ പോയി കണ്ടേക്ക്. ഇനി അച്ഛന്റെ പരാതി എന്താണാവോ? നമ്മളെ ആരെയും പള്ളിയിൽ കാണുന്നില്ലെന്നും പിന്നെ ഈ ഇന്റർനെറ്റ് കുന്ത്രാണ്ടം വീട്ടിൽ വെക്കുമ്പോഴുള്ള കുഴപ്പങ്ങളുമാ പറഞ്ഞിട്ട് പോയത്. ഇതിലേതോ ഒരു സിഗ്നൽ കാരണം പിള്ളേരുടെയും മറ്റും ശ്രദ്ധയും ഉറക്കവും ഒക്കെ ഇല്ലാതാവുമെന്നേ. ഇതിന്റെ ഉപയോഗം നിയന്ത്രിക്കുവാനും അച്ഛൻ സൂചിപ്പിച്ചു. ഈ പിള്ളേരാണ് ഇതിനൊക്കെ കാരണം. ഞങ്ങളോ? എന്തിനാ അവരെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലി മാറുന്നില്ലേ? വീടുകളിൽ വൈഫൈ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമല്ലല്ലോ. പക്ഷെ നമ്മുടെ സമീപനം പോയിരിക്കും കാര്യങ്ങൾ. അത് ഇന്റർനെറ്റ് മാത്രമല്ല, ടിവിയോ ഫോണോ കമ്പ്യൂട്ടറോ എന്തിനേ അമിത ഉപയോഗം നമുക്ക് ദോഷം ചെയ്യാറുണ്ട്. മക്കളെ, ഈ പാട്ടും സിനിമയും ചാറ്റിങ് മാത്രമൊന്നും അല്ല ഇന്റർനെറ്റിലൂടെ നമ്മുടെ അറിവ് വളർത്താനുള്ള ഒരു കലവറ കൂടിയാണ്. അപ്പാപ്പന്റെ റെഡി ശരിയായില്ലേ? ഇനി കൊണ്ട് വാ, ഞാൻ ശരിയാക്കി തരാം. നാളെ മുതൽ അല്ല, ഇന്ന് ഈ നിമിഷം മുതൽ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. എന്ത് തീരുമാനമെടുക്കണമെന്നാ പപ്പ പറയുന്നത്? നമ്മുടെ ഈ ഇന്റർനെറ്റ് വൈഫൈ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണം. പപ്പ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആവശ്യാനുസരണം മാത്രം വൈഫൈ ഇന്റർനെറ്റ് ഓൺ ചെയ്തത്. ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇത് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യണം. പഠിക്കുന്ന സമയത്തും കൂടി ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് എന്ന് സമയം പ്രാർത്ഥിച്ചു. വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്ന് പ്രാർത്ഥിക്കും. ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാവരും ഉറപ്പ് തന്നെ. ഈ തീരുമാനമായി മുമ്പോട്ട് പോകാൻ ഞാൻ റെഡിയാണ്. എന്നാൽ ഞാനും ഡീൽ പക്ക. ഡീലൊക്കെ കൊള്ളാം, പക്ഷേ സന്ധ്യാപ്രാർത്ഥന 7 മണിക്ക് മുമ്പ് ചൊല്ലണം. അതെന്തിനാണ് ഈ 7 മണിക്ക് മുമ്പ് ചൊല്ലുന്നത്? അതെന്താന്ന് വെച്ചാ ഈ 7 മണി മുതലുള്ള സീരിയല് എനിക്ക് ഒഴിവാക്കാൻ പറ്റിയല്ല. ശങ്കരൻ ഇപ്പോഴും തെങ്ങുമ്മേ തന്നെ. സ്നേഹമുള്ളവരെ, മനോഹരമായ ഈ സ്കിറ്റ് എഴുതി തയ്യാറാക്കി